അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യനെ ഇതര ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒന്നാണ് അവൻ്റെ വസ്ത്രധാരണം എന്നുള്ളത്. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന അന്നു മുതൽ അവനെ ധരിപ്പിക്കപ്പെടുന്ന ആ വസ്ത്രം മരണം വരെ അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവൻ നാട്ടിലായാലും യാത്രയിലായാലും അവൻ്റെ ഊണിലും ഉറക്കിലും എല്ലാം വസ്ത്രം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എത്രത്തോളം ഈ ഭൗതിക ലോകത്തു നിന്ന് അവൻ മരണപ്പെട്ട് 6 അടി മണ്ണിൽ അവനെ മറമാടി അവൻ്റെ ഉറ്റവരും ഉടയവരുമെല്ലാം തിരിച്ചു വരുന്ന ആ സന്ദർഭത്തിൽ പോലും 3 കഷ്ണം തുണിയാണ് അവന് കൂട്ടിനായിട്ട് അവിടെ ഉള്ളത്. എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അത്രമേൽ അഭേദ്യമായ ബന്ധം മനുഷ്യനും വസ്ത്രവുമായിട്ടും ഉണ്ട്. മനുഷ്യൻ്റെ നാണം മറയ്ക്കുകയും അഭിമാനം സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മനുഷ്യർക്ക് അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് വലിയ ഒരു അലങ്കാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരങ്ങളിൽ വസ്ത്രങ്ങളിൽ മാലിന്യങ്ങളും അഴുക്കുകളുമാകുമ്പോൾ മാനസികമായി നമുക്കൊരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീയും പുരുഷനും പ്രകൃതിയാ തന്നെ പല കാര്യങ്ങളിലും വ്യത്യാസപ്പെട്ടതുപോലെ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിലും അവർ തമ്മിൽ അന്തരങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. വിശുദ്ധമായ ഇസ്ലാം പുരുഷനോട് നിർബന്ധമായി മറയ്ക്കാൻ ആവശ്യപ്പെടുന്ന ഔറത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കൽ നിർബന്ധമായ ഔറത്തും പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലം തന്നെയാണ്. അവനെ സംബന്ധിച്ച് നിർബന്ധമായത് അങ്ങനെയാണെങ്കിലും ഒരു അന്യ പെണ്ണിനെ സംബന്ധിച്ച് പുരുഷൻ്റെ ഈ പറഞ്ഞ ഔറത്തല്ലാത്ത ഭാഗങ്ങളിലേക്ക് നോക്കലും തെറ്റ് തന്നെയാണ്. സ്ത്രീകളുടെ ഔറത്ത് വിശുദ്ധമായ ഇസ്ലാമിൽ ഒന്നുകൂടി വിശാലമായ ഒന്നാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കിയുള്ള ശരീരഭാഗങ്ങളാണ് ഒരു പെണ്ണ് നിർബന്ധമായും മറയ്ക്കേണ്ടത്. ഭർത്താവിൻ്റെ മുൻപിൽ നിർബന്ധമായ ഔറത്തുകളൊന്നുമില്ല. കാണൽ അനുവദനീയമായ മഹ്റമീങ്ങളായ ആണുങ്ങളുടെ മുമ്പിൽ, പാപ്പയുടെയും സഹോദരങ്ങളുടെയൊക്കെ മുന്നിൽ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ് ഒരു സ്ത്രീ നിർബന്ധമായും മറയ്ക്കേണ്ടത്. അന്യപുരുഷന്മാരുടെ മുമ്പിൽ ശരീരം മുഴുവനും ഒരു സ്ത്രീ നിർബന്ധമായും മറയ്ക്കേണ്ടതുണ്ട്. അന്യപുരുഷൻ കാണുമെന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ ശരീരം മുഴുവൻ മറച്ചു മാത്രമേ ഒരു സ്ത്രീക്ക് പുറത്തു പോകാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ഈ ഔറത്ത് അവളുടെ സുരക്ഷിതത്വത്തിൻ്റെ കൂടി ഭാഗമാണ്. വിശുദ്ധമായ ഇസ്ലാം ഇങ്ങനെ ഒരു നിയമം വെച്ചിട്ടുള്ളത് അവരുടെ സുരക്ഷിതത്വത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഖമീസായിരുന്നു, നീളക്കുപ്പായമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. വസ്ത്രധാരണം ഏറ്റവും ലളിതമായ രൂപത്തിലായിരിക്കണം എന്ന് പഠിപ്പിച്ച നബിതങ്ങൾ അതേസമയം തന്നെ മാന്യത കാത്തു സൂക്ഷിക്കുന്നതുകൂടിയാകണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോൾ ജനങ്ങളുമായി സമ്പർക്കത്തിൽ വരുന്ന സന്ദർഭങ്ങളിൽ പൂർണ്ണമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അഭിമുഖീകരിച്ചിരുന്നത്. ചില വിശേഷ ദിവസങ്ങളിൽ, പെരുന്നാൾ പോലത്തെ ജുമുഅ പോലത്തെ ദിവസങ്ങളിൽ സാധാരണ ധരിക്കുന്ന ഡ്രസ്സിന് പുറമെ പ്രത്യേകമായ കോട്ടുകളും തട്ടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു കാര്യം, സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിലുള്ള ആളുകൾ അവരവർക്ക് അനുയോജ്യമായ വസ്ത്രം ധരിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഔറത്ത് മറക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയുന്നതും
എന്നാൽ വളരെ ലാഘവത്തോടെ നാം തള്ളിക്കളയുന്നതുമായ ഒരു കാര്യമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ ഇറക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴയ്ക്കുക എന്നുള്ളത് തെറ്റായ ഒരു കാര്യമാണ്. അഹങ്കാരത്തിനും പരിഷ്കാരത്തിനും വേണ്ടി ഞെരിയാണിക്ക് താഴെ വസ്ത്രമിറക്കൽ അത് ഹറാമാണ് എന്ന് വിശുദ്ധമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അങ്ങനെ ഒരു ഉദ്ദേശമില്ലെങ്കിൽ തന്നെ അത് കറാഹത്താണ്, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത കാര്യമാണ് എന്ന് വിശുദ്ധമായ മതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ലാ യൻളുറുല്ലാഹു ഇലാ മൻ ജറ ഇസാറഹു ബത്വിറ. അഹങ്കാരത്തോടുകൂടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴച്ചവനിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഖിയാമത്ത് നാളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ കരുണാ കടാക്ഷങ്ങൾ കിട്ടേണ്ട ആ സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം, അനുഗ്രഹത്തിൻ്റെ നോട്ടം അവൻ അന്യമാണ് എന്ന് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രൂപത്തിൽ നിരവധി ഹദീസുകൾ ഈ വിഷയത്തിൽ വസ്ത്രം വലിച്ചിഴയ്ക്കുന്നവനെ താക്കീത് നൽകുന്ന, ശാസന നൽകുന്ന നിരവധി ഹദീസുകൾ ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, വസ്ത്രം വലിച്ചിഴയ്ക്കുന്നവൻ്റെ നിസ്കാരം തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല. അങ്ങനെയും ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കാര്യം സമൂഹത്തിൽ വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ്. നാം ഓരോരുത്തരും അതിൻ്റെ ഗൗരവം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് മരണശയ്യയിൽ അങ്ങനെ കിടക്കുമ്പോൾ തൻ്റെ നൂറുകണക്കിന് അനുയായികൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നുണ്ട്. ആ സമയത്ത് ഒരനുയായിയുടെ വസ്ത്രം ഞെരിയാണിയുടെ താഴെ ഇറങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇർഫ സൗബക്കയ അഖി, ആ വസ്ത്രം ഒന്ന് കയറ്റിയൊടുക്ക് സഹോദര എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ തിരുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു മരണശയ്യയിൽ വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും ആഖിറത്തിൽ അവന് വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ അവൻ്റെ കോപത്തെ, ദേഷ്യത്തെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഏത് തെറ്റിലാണ് അള്ളാഹുവിൻ്റെ കോപമുള്ളത് എന്ന് നമുക്കറിയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ വളരെ നിസാരമായി കാണുന്ന തിന്മകൾ മുഖേനയായിരിക്കും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം പരാജയപ്പെടുന്നതും ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും. ഈ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പാൻസ് ധരിച്ച് നിസ്കരിക്കുന്ന ചെറുപ്പക്കാർ ഇന്ന് ഔറത്ത് മറയ്ക്കുന്ന കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും സുജൂദിൽ പോകുമ്പോൾ അവരുടെ ഔറത്ത് വെളിവാകുന്നതായി നാം കാണുന്നു. ഫവൈലുല്ലിൽ മുസല്ലീൻ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിസ്കരിക്കുന്നവർക്ക് തന്നെയാണ് നരകം തയ്യാറാക്കി വച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധമായ ഇസ്ലാമിൽ ഒരു ഇബാദത്ത് എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് മാത്രം അതൊരിക്കലും അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുകയില്ല. അതിന് അള്ളാഹു തആല നിർദ്ദേശിച്ച ഫർളുകളും ഷർത്തുകളും അതിൻ്റെ എല്ലാ നിബന്ധനകളും കൃത്യമായി പാലിക്കുമ്പോൾ മാത്രമാണ് ആ ഇബാദത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകുന്നത്. സൂക്ഷ്മതയുള്ള ആളുകളൊക്കെ പൊക്കിളിൻ്റെ മുകളിൽ തന്നെ പാൻസ് ധരിച്ചുകൊണ്ടാണ് അവർ നിസ്കരിക്കാൻ നിൽക്കാറുള്ളത്. ഇനി അങ്ങനെ കഴിഞ്ഞിട്ട് പൊക്കിളിൻ്റെ താഴെയാണ് നമ്മുടെ പാൻസ് ധരിക്കുന്നതെങ്കിൽ തന്നെ നീളമുള്ള ബനിയൻ ധരിച്ച് മുകളിൽ ഫിറ്റായ ഒരു കുടുക്ക് സെറ്റ് ചെയ്തിട്ട് വേണം നാം നിസ്കരിക്കാൻ നിൽക്കാൻ. കാരണം നമ്മുടെ ഭാഗങ്ങളിൽ നിന്നും ഔറത്ത് മറക്കൽ നിർബന്ധമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് നാം പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധയിൽ വെക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു തആല അവൻ്റെ സജ്ജനങ്ങളായ അടിമകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.